ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ടിപ്പ് പറയാം. ഹാൻഡ് ഫീഡിങ്ങിന് യൂസ് ചെയ്യുന്ന സിറിഞ്ച് കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റക്കാകത്തില്ലേ? എനിക്കിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതാണ് ഇവന് ഇങ്ങനെ അതിനെ പാവം കൊച്ചു നനഞ്ഞ കോഴിയെ പോലെ ഇരിക്കുന്നത്. ഇവനെ മൊത്തത്തിൽ കഴുകേണ്ട വന്നു. കാരണം ഞാൻ സിറിഞ്ച് യൂസ് ചെയ്യാൻ നേരം ഭയങ്കര സ്റ്റിഫായിപ്പോയി. സിറ്റുവേഷനിൽ സിറിഞ്ച് ഇതുപോലെ സ്റ്റക്കാണ്. നമ്മൾ എത്ര പ്രസ് ചെയ്താലും പോവില്ല. പ്രസ് ചെയ്ത ഉടനെ എല്ലാം കൂടെ ചീറ്റി ഒന്നെങ്കിൽ നമ്മുടെയൊക്കെ മേത്ത് വീഴും, ഇല്ലെങ്കിൽ അവൻ്റെ മേത്ത് ഫുള്ളി ആയി, അവൻ്റെ വായിലും മേത്ത് തളോട്ടൊക്കെ ഫുള്ള് ആയി. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ടിപ്പ് ഞാൻ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഹാൻഡ് ഫീഡിങ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയല്ല പറയുന്നത്. ഇത് എന്നെപ്പോലെ വല്ലപ്പോഴും ഒക്കെ ഇത് പിള്ളേർ ഉള്ളപ്പം ഫീഡ് ചെയ്യേണ്ട വരുമ്പം നമ്മൾ ഓടിപ്പോയി ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ സിറിഞ്ച് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ, അത് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മൾ 3-4 ദിവസം യൂസ് ചെയ്ത് ഇപ്പോൾ പെറ്റ് ലൈഫിൻ്റെ ആണെങ്കിലും ഇത് ന്യൂട്രിബോർഡിൻ്റെ ഫീഡാണെങ്കിലും ചില സമയത്ത് കുറേ നാൾ 2-3-4 ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ഇച്ചിരി ഹാർഡായി പോകത്തില്ലേ? അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വീട്ടിലുള്ള ഇപ്പം കോക്കനട്ട് ഓയിലാണെങ്കിൽ അതൊക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ചെറിയ 2-3 ഡ്രോപ്പ് എടുത്ത് ഒത്തിരി കമത്തി അതിനകത്തോട്ട് ഒഴിക്കേണ്ട കാര്യമോ മുക്കി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് 2-3 തുള്ളി കയ്യിൽ വിരളയിൽ ഇങ്ങനെ എടുത്ത് അതിൻ്റെ ചുറ്റും അകത്ത് ഒന്ന് ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ നമ്മൾ ഈ സിറിഞ്ചൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ഉണങ്ങാനായിട്ട് വെക്കുമല്ലോ, ആ ഉണങ്ങിയ ആ സിറിഞ്ചാണ് എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ വാഷ് ചെയ്ത ഉടനെ വെള്ളമായിട്ടൊക്കെ ഇരിക്കുന്ന സിറിഞ്ചിനകത്തോട്ട് ഇതൊഴിക്കില്ല. കാരണം അത് വർക്ക് ആകത്തില്ല, കാരണം വെള്ളവും ഓയിലും കൂടെ മിക്സ് ആകത്തില്ലല്ലോ. അപ്പം ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സിറിഞ്ചിനകത്തോട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ അറ്റത്ത് എല്ലാ സൈഡിലും ഡ്രോപ്പായിട്ട് ഇത് കുറച്ച് മിനിറ്റ് ആവശ്യമേ ഉള്ളൂ. കാരണം അതൊരു ജസ്റ്റ് ഒരു ലൂബ്രിക്കേഷന് വേണ്ടി. എന്നിട്ടത് നന്നായിട്ട് ചുറ്റിച്ച് അതിനകത്ത് ഫുള്ള് എല്ലാ സ്ഥലത്തും ആകത്തക്ക രീതിയിൽ ആക്കുക. കുറേ നേരം ഇങ്ങനെ ചുറ്റുന്നുണ്ടെങ്കിൽ അത് എല്ലായിടത്തും ഒക്കെ ആയിക്കോളും. പിന്നെ നമ്മുടെ ആ സിറിഞ്ചിൻ്റെ പിസ്റ്റണിൻ്റെ മണ്ടയ്ക്കും അതും എടുക്കുമ്പോഴും അതിൻ്റെ ഫുള്ള് സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കണം നന്നായിട്ട്. ഇപ്പം നിങ്ങളോർക്കും ഇതിന് സിറിഞ്ചിന്, പ്ലാസ്റ്റിക് സിറിഞ്ചിന് അധികം വിലയൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഫാർമസിയിൽ പോയി ഒരെണ്ണം വാങ്ങിച്ചാൽ പോരെ, ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്ന്. പക്ഷേ ഇത് ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാവിലത്തെ സമയത്തോ അല്ലെങ്കിൽ രാത്രിയിലത്തെ സമയത്തോ ഒക്കെ വരുമ്പം അന്നേരം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഓടിപ്പിടിച്ച് പോയി ഫാർമസിയിൽ നിന്ന് പോയി ഒരു സിറിഞ്ച് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ അല്ലേ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട്. ഇത് വർക്കാകും, കാരണം ഞാൻ ഇത് വെച്ച് സിറിഞ്ച് അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കുറേ കൂടെ കുറച്ച് നാളും കൂടെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് ഞാൻ ഈ ഒലിവ് ഓയിൽ വെച്ച് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വെച്ച് ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബേർഡിന് ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്തുള്ളത് നമ്മൾ സിറിഞ്ച് പുഷ് ചെയ്ത് ഉള്ള ഓയിലൊക്കെ നമുക്ക് ചീറ്റിച്ച് കളയാം. ഇനി അല്ല, ഒലിവ് ഓയിൽ ഇപ്പം ഒരു 2 തുള്ളി ബേർഡ്സിൻ്റെ വായിൽ പോയെന്ന് വെച്ച് ഒന്നും സംഭവിക്കുകയില്ല. കാരണം ഒലിവ് ഓയിൽ സാധാരണ നമ്മൾ സോഫ്റ്റ് ഫീഡൊക്കെ ഉണ്ടാക്കുന്നതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേറെന്തെങ്കിലും ടിപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇത് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞ് സിറിഞ്ചൊക്കെ മറ്റേ സാധാരണ ചെയ്യുന്ന പോലെ വാഷ് ചെയ്ത് നന്നായിട്ട് ഉണക്കാൻ വെക്കുക.